ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ അദാനി ടോപ്കോൺ ബൈഫേഷ്യൽ പാനലിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ലോവസ്റ്റ് പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അന്ന് പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് ഡീറ്റെയിൽഡായി ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് വി-ഗാർഡിൻ്റെ സോൾഡ്രിഗോ ഇൻവെർട്ടർ. സമയം രാവിലെ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 358 വോൾട്ട്. ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 0.2 കിലോ വാട്ട്സ്. ഇൻവെർട്ടറിലേക്കുള്ള DC ഇൻപുട്ട് കറണ്ട് 1.3 ആംപിയർ ആണെന്നും AC ഔട്ട്പുട്ട് കറണ്ട് 1.3 ആംപിയർ ആണെന്നും കാണാം. ഗ്രിഡ് ഫ്രീക്വൻസി 50 ഹെർട്സ്. ഇനി ആപ്പിലെ റീഡിംഗ് നോക്കാം. ഇതാണ് സ്മാർട്ട് ക്ലയൻറ്റ് ആപ്പ്. എൻ്റെ സോളാർ പ്ലാന്റ് ഈ ആപ്പുമായി കണക്റ്റഡ് ആണ്. ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റി 3.39 കിലോ വാട്ട്സ്. ഡേറ്റ് 16 ജൂലൈ 2024. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 55 വാട്ട്സ്. താഴെ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ യൂണിറ്റ് ജനറേഷനുമാണുള്ളത്. രാവിലെ 6:20 സോളാർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 8 മണിയാകുമ്പോഴേക്കും പ്രൊഡക്ഷൻ 300 വാട്ട് റേഞ്ച് വരെ എത്തി. പിന്നെ ശക്തമായ മഴ പെയ്തത് കാരണം സോളാർ പ്രൊഡക്ഷൻ കുറഞ്ഞ അളവിലായി മാറി. 9 മണിയാകുമ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞപ്പോൾ സോളാർ പ്രൊഡക്ഷൻ 600 വാട്ട്സ് വരെയായി ഉയർന്നു. പിന്നെ മഴയുടെ ശക്തി കൂടിയപ്പോൾ പ്രൊഡക്ഷൻ വീണ്ടും കുറഞ്ഞ അളവിലായി മാറി. സമയം 11:30. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 724 വാട്ട്സ്. ഇതുവരെ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 0.8 കിലോ വാട്ട്സ്. സാധാരണ ഈ സമയത്ത് 6 മുതൽ 10 യൂണിറ്റ് വരെ അദാനി പാനൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. DC ഇൻപുട്ട് വോൾട്ടേജ് 3 ആംപിയർ ആണെന്നും AC ഔട്ട്പുട്ട് വോൾട്ടേജ് 3.2 ആംപിയർ ആണെന്നും കാണാം. ഇനി ആപ്പിലെ റീഡിംഗ് നോക്കാം. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 651 വാട്ട്സ്. ജനറേറ്റ് ചെയ്ത യൂണിറ്റ് 800 വാട്ട്സ്. താഴെ ഗ്രാഫിൽ 10:30 ശേഷം മഴയുടെ ശക്തി കുറഞ്ഞപ്പോൾ സോളാർ പ്രൊഡക്ഷൻ ഉയർന്നു വന്നതായി കാണാം. സമയം 12:30. ഇപ്പോൾ മഴയൊന്നു നിന്നു. പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 1025 വാട്ട്സ്. ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 1.4 കിലോ വാട്ട്സ്. ഇനി ആപ്പിലെ റീഡിംഗ് നോക്കാം. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 881 വാട്ട്സ്. ഇതുവരെ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 1.4 കിലോ വാട്ട്സ്. 12 മണിക്ക് ശേഷം മഴ നിന്നപ്പോൾ സോളാർ പ്രൊഡക്ഷൻ 1 കിലോ വാട്ട്സ് റേഞ്ച് വരെ എത്തിയെന്നും നമുക്ക് കാണാം. സമയം 1:30. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 201 വാട്ട്സ്. ഇതുവരെ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 2.5 കിലോ വാട്ട്സ്. ഇനി ആപ്പിലെ റീഡിംഗ് നോക്കാം. 12:30-ക്കും 1:30-ക്കും ഇടയിൽ ഏകദേശം 1 യൂണിറ്റ് കറണ്ടാണ് പാനൽ പ്രൊഡ്യൂസ് ചെയ്തത്. സമയം 3 മണി. പാനൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 933 വാട്ട്സ്. ഇതുവരെ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 3.7 കിലോ വാട്ട്സ്. DC ഇൻപുട്ട് വോൾട്ടേജ് 3.9 ആംപിയർ. AC ഔട്ട്പുട്ട് വോൾട്ടേജ് 4 ആംപിയർ. ആപ്പിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 894 വാട്ട്സ്. പാനൽ ഇതുവരെ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 3.7 കിലോ വാട്ട്സ്. താഴെ ഗ്രാഫിൽ ഏകദേശം 2 മണിക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ സോളാർ പ്രൊഡക്ഷനിൽ ഒരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം. പിന്നെ സൂര്യനെ മേഘങ്ങൾ മറച്ചപ്പോൾ പ്രൊഡക്ഷൻ വീണ്ടും കുറഞ്ഞതായി കാണാം. ഇപ്പോൾ സമയം 4 മണി. റണ്ണിംഗ് പ്രൊഡക്ഷൻ 313 വാട്ട്സ്. ഇതുവരെ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 4.5 കിലോ വാട്ട്സ്. ആപ്പിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 329 വാട്ട്സ്. താഴെ ഗ്രാഫിൽ 3 മണിക്കും 4 മണിക്കുമിടയിൽ നല്ല മഴയുണ്ടായതിനാൽ
സോളാർ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞ അളവിലായിരുന്നു. ഇപ്പോൾ സമയം 5 മണി. റണ്ണിംഗ് സോളാർ പ്രൊഡക്ഷൻ 63 വാട്ട്സ്. ഇതുവരെ പാനൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ കറണ്ട് 4.7 കിലോ വാട്ട്സ്. ഇനി വൈകുന്നേരം 6:40 സോളാർ റീഡിംഗ് നോക്കാം. ഇന്നത്തെ സോളാർ പ്രൊഡക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഇതുവരെ പാനൽ ജനറേറ്റ് ചെയ്ത ടോട്ടൽ യൂണിറ്റ് 4.7 കിലോ വാട്ട്സ്. ആപ്പിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് 0 ആണെന്ന് കാണാം. ഇന്നത്തെ ടോട്ടൽ യൂണിറ്റ് പ്രൊഡക്ഷൻ 4.7 കിലോ വാട്ട്സ്. ഇതാണ് അദാനി ടോപ്കോൺ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് പ്രൊഡക്ഷൻ. അദാനി ടോപ്കോൺ പാനലിൻ്റെ യൂണിറ്റ് ജനറേഷനെ പറ്റി കൂടുതലായി അറിയാൻ ചാനലിൻ്റെ മെയിൻ പേജിലുള്ള അദാനി ടോപ്കോൺ പാനൽ റിവ്യൂ എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. Thank you for watching. See you in the next video.